നമസ്കാരം, ഞാൻ ലെനിൽ. വലിയ ലോകത്തിലെ ചെറിയ കാര്യങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2-3 ദിവസമായി കഴിഞ്ഞിട്ട് ഇന്നേക്ക് 3-ാമത്തെ ദിവസം. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം കൂടി ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ. അതായത് ഇതിൽ 3 മുന്നണികൾക്കും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ഭരിച്ച സർക്കാരിനോടുള്ള ആൻറ്റി ഇൻക്യുബൻസി ഫാക്ടർ തന്നെയാണ് പ്രധാനമായിട്ടും അവർക്ക് നെഗറ്റീവായിട്ടുള്ളത്. പിന്നെ അവർക്ക് പോസിറ്റീവായിട്ടുള്ളത് പറഞ്ഞാൽ അധികവും MLA-മാരെ നിലനിർത്തിയിട്ടുണ്ട്. 99 MLA-മാരിൽ അധികം പേരും, വളരെ കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ജനവിധി തേടുന്നുണ്ട്. അവർക്ക് പൊതുവെ മണ്ഡലങ്ങളും വോട്ടർമാരും അവർക്ക് സുപരിചിതരാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. പക്ഷേ ഈ 10 വർഷത്തെ ഈ ഭരണവിരുദ്ധ വികാരം അവരെങ്ങനെ ബാധിക്കുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം പതിവ് പോലെ ഗ്രൂപ്പിസം തന്നെയാണ് UDFനും നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് കണ്ണൂർ നമ്മൾ K. സുധാകരന് സീറ്റ് കൊടുക്കാത്തത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ച് K. സുധാകരൻ്റെ അവസാനത്തെ പ്രസ്താവന, VD സതീശൻ വനവാസത്തിന് പോകേണ്ടി വരും. വനവാസം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വരുന്ന ട്രോള് വനവാസമാണ്, രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ട്രോളന്മാർ കണക്കിലെടുത്തിട്ടില്ല, എന്തെങ്കിലും ആവട്ടെ. അപ്പം അതിൽ നിന്ന് എന്തോ UDFന് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ നല്ലതല്ലാത്ത എന്തോ സൂചനകളാണ് അതിൽ നിന്ന് കിട്ടുന്നത്. രണ്ടാമതായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറേ പാളിച്ചകൾ സാധാരണ അവർ സംഭവിക്കുന്നതാണ്. പല ഗ്രൂപ്പുകളെ അവർക്ക് തൃപ്തിപ്പെടുത്തണം, പല വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തണം. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളി ജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ ഒരു പെണ്ണ് കേസിൽ പെട്ടതിൻ്റെ പേരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കാതെ ഒറ്റപ്പാലത്ത് ജയിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത PK ശശീനെ പോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒറ്റപ്പാലത്തും പാർട്ടിക്കോ മുന്നണിക്കോ ഗുണം ചെയ്യില്ല, ബാക്കിയുള്ള 139 മണ്ഡലങ്ങളിലും ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അത് പാർട്ടിക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ഒന്നുകിൽ PK ശശി അവിടെ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം, അതല്ലെങ്കിൽ അവിടെ PK ശശിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എന്തെങ്കിലും കൊണ്ടുണ്ടാവണം. അതുമില്ല, അവിടെയും ദോഷമാണ്. എന്നിട്ടും പാർട്ടി ഇത്ര നാളും കുറ്റം പറഞ്ഞു നടന്നിരുന്നത് PK ശശിനെ എന്തിനാണ് അവിടെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണ് UDFന് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. BJPനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാം നെഗറ്റീവ് തന്നെയാണല്ലോ, പോസിറ്റീവായിട്ട് ഇപ്പോൾ പറയാനൊന്നുമില്ല. എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് 2020 ഇത്രയധികം സീറ്റുകൾ കൊടുത്തത്, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ പോലുള്ള ഒരു മണ്ഡലം. കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ BJPക്ക് അത്യാവശ്യം അത്യാവശ്യം വോട്ടുള്ള മണ്ഡലമാണ്. മാത്രമല്ല T20 ആണെന്നുണ്ടെങ്കിൽ 2020 പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ഇല്ലേനും. എന്നിട്ടും അങ്ങനെ ഒരു മണ്ഡലം എന്തിനു വേണ്ടി BJP 2020 കൊടുത്തു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. അതുപോലെ പല ജില്ലകളിലും 2020 സീറ്റ് കൊടുത്തിട്ടുണ്ട്. 2020 കയ്യിൽ നിന്ന് എൻ്റെ ഒരു അനുമാനമാണ്, 2020 കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ള സംഭാവന അത്ര വലുതായിരിക്കണം. അതുകൊണ്ട് തന്നെയാവും 2020 ഇത്രയും സീറ്റുകൾ NDA BJP കൊടുത്തു. പണ്ട് BDJS വലിയൊരു ശക്തിയായി വന്നിരിക്കുന്ന സമയത്ത് പോലും BDJSന് പോലും കൊടുക്കാത്ത ഒരു കൺസിഡറേഷനാണ് ഇപ്പം 2020 കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ 2020 ഇത്രയും സീറ്റ് കൊടുത്തത് BDJSന് തോന്നുന്നുള്ളതൊക്കെ നമുക്ക് വോട്ട് എണ്ണി കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നൊരു വോട്ടർ BJP സ്ഥാനാർത്ഥിയോട് ചോദിക്കുമ്പോൾ അവരെ കൺവിൻസിങ് ആയിട്ടൊരു മറുപടി പറയാൻ BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ചന്ദ്രശേഖര പറയുന്ന പോലെ ഒരു തൂക്കുമന്ത്രിസഭയൊന്നും ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ ഈ വോട്ടേഴ്സ് ടേൺ അറൗണ്ട് ഒരു 78%, 80 താഴെയായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് സാധാരണ എല്ലാവരും വിലയിരുത്തുന്നത് പോലെ തന്നെ ഈ എങ്ങനെയെങ്കിലും ഈ
ഭരണകൂടത്തിനെ താഴെ ഇറക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അത് തന്നെ ഭരണകൂടത്തെ താഴെ ഇറക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടുള്ള വിരോധത്തേക്കാൾ കൂടുതൽ പിണറായി വിജയനിൽ നിന്ന് ഈ പാർട്ടീനെ രക്ഷിക്കുക. മറ്റേ അൻവറോ അല്ലെ വേറെ ആരൊക്കെയോ പറയുന്നത് പിണറായിസത്തിൽ നിന്ന് ഈ പാർട്ടീനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ദൗത്യം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായി വിജയൻ ഈ പാർട്ടീനെ എവിടെ കൊണ്ട് കെട്ടും, എവിടെ കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു വിഷമസന്ധി പാർട്ടീനെ സ്നേഹിക്കുന്നവർക്കുണ്ട്. പിന്നെ എൻ്റെ ഒരു അനുമാനം എന്താണെന്ന് വെച്ചാൽ, എന്ത് തന്നെ ആയാലും ഭരണം കിട്ടാതെ പോയി കഴിഞ്ഞാൽ ഭരണം കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവും. പക്ഷേ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹത്തിന് സമ്മതിക്കും തോന്നുന്നില്ല. പണ്ട് 2004 BJPക്ക് കേന്ദ്രത്തിൽ BJPക്ക് തുടർഭരണം കിട്ടാതായപ്പോൾ നമ്മുടെ വാജ്പേയി പറഞ്ഞു എനിക്ക് അനാരോഗ്യം ഉണ്ടാകുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് ആയിരിക്കണം എന്നുള്ളത് UDF ഉണ്ടാകുന്ന പോലെ ഒരു അടിപിടിയൊന്നും ഉണ്ടാവില്ല. പാർട്ടി ഈ ഏകകണ്ഠമായിട്ട് തന്നെ തിരഞ്ഞെടുക്കും. എന്നെ അതിനേക്കാൾ വേവലാതിപ്പെടുത്തുന്നൊരു കാര്യം, പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, പിണറായി വിജയൻ പാർട്ടിയിൽ ശക്തി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മരുമോൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ മരുമോൻ പിണറായി വിജയൻ്റെ മകൻ വീണനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പോലും ജയിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഈ മുഹമ്മദ് റിയാസ്. ഈ ബേപ്പൂർ പ്രാവശ്യം ജയിക്കുമെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞാൽ അദ്ദേഹം എവിടെ ചെന്നെത്തും എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ ഇത്ര നാളും അദ്ദേഹത്തിന് താങ്ങി നിർത്തിയത് അമ്മായിയപ്പനായതുകൊണ്ട് ഇനി അമ്മായിയപ്പന് പാർട്ടിയിലും ഭരണത്തിലും സ്വാധീനം ഇല്ലാണ്ട് വരുമ്പോൾ എവിടെ ചെന്നെത്തുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം. അതുവരെ നന്ദി, നമസ്കാരം.